ഇന്ന് നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് വെച്ച ഒരു നല്ല വാളക്കരിവാട് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിൽ ഓയിൽ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലിയും പിന്നെ നമുക്ക് ഇഞ്ചിയും ഒരു പീസ് ഇഞ്ചിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ സൈസ് സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതാണെങ്കിൽ 2 എടുക്കാം. പിന്നെ ഒരു തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം വേണം നമുക്ക് പുളി പിഴിഞ്ഞ് കൊടുക്കാൻ. ഇനി 1/4 ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങയിൽ ശകലം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ആ തേങ്ങയുടെ അരപ്പ് കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പുളിവെള്ളം തിളച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ തേങ്ങ അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാൻ മിക്സി കഴിഞ്ഞ ജാറിലുള്ള വെള്ളവും കൂടെ കുറച്ച് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വാളക്കരിവാട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാളക്കരിവാട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മളെ കരിവാട് നല്ല രീതിയിൽ കുക്കായി വരും. അപ്പം നമ്മളെ കരിവാട് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനൊരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയ റെസിപ്പിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. കരിവാടിൽ ഓൾറെഡി സോൾട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതുന്നു. താങ്ക് യു.